ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റാണ്. ടെൻഡർ ടച്ച് എന്നാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായ അല്ലെങ്കിൽ മൃദുലമായ എന്നൊക്കെയാണ് അർത്ഥം. ടച്ച് എന്ന് വെച്ചാൽ സ്പർശനം, നമ്മൾ തൊടുന്നതിനെയാണ് ടച്ച് എന്ന് പറയുക. ഇതൊരു മനോഹരമായ ചെറിയൊരു കഥയാണ്. പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നോക്കിക്കേ, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അവിടെ ഒരു ഓട്ടമത്സരം നടക്കുകയാണ്, ഒരു റേസിംഗ് നടക്കുകയാണ്. 2 കുട്ടികൾ അവിടെ ഓടുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കുട്ടി വീണു പോകുന്ന സമയത്ത് 2 കുട്ടികൾ അത് നോക്കാതെ ഓടുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? അതിന് താഴെ മദർ തെരേസ പറഞ്ഞ ഒരു ക്വട്ടേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ് എന്ന് പറഞ്ഞാൽ എന്താ? സേവനം ചെയ്യാൻ നിങ്ങളുടെ കൈകളും സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളും നൽകുക അല്ലേ? സേവനം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് നല്ലത് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? അവരെ സഹായിക്കുക. അതാണ് കൈകൾ നൽകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ അവരെ സഹായിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം മാറ്റിവെക്കുക. അപ്പോൾ ഇവിടെ ഈ കുട്ടിയെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അല്ലേ? അവിടെ തിരിഞ്ഞു നോക്കാതെ ഓടുകയല്ല വേണ്ടത്, അവനെ സഹായിക്കുക തന്നെയായിരുന്നു വേണ്ടത്. ഇനി താഴെ തന്നിട്ടുള്ള 2 ചിത്രങ്ങൾ നോക്കിക്കേ. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി പറവകൾക്ക് ഭക്ഷണം വിതറി കൊടുക്കുകയാണ് അല്ലേ? അരി വിതറി കൊടുക്കുകയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ, 3 ആൺകുട്ടികളുണ്ട്. ഒരാളുടെ മേലേക്ക് ചെളിവെള്ളം തെറിപ്പിക്കുന്നുണ്ട് അല്ലേ? മറ്റേയാൾ അത് നോക്കി നിൽക്കുന്നു. ഇനി അവിടെ താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കിക്കേ. കമ്പയർ ദ എബവ് പിക്ചേഴ്സ്. നമ്മൾ 2 പിക്ചേഴ്സും കമ്പയർ ചെയ്തു. വാട്ട് ആർ യുവർ കമൻറ്റ്സ്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഈ 2 ചിത്രങ്ങളെക്കുറിച്ച്? ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലേ? ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്, ഒരു നല്ലൊരു കാര്യമാണ് ആ കുട്ടി ചെയ്യുന്നത്, നല്ലൊരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണോ? അല്ല, ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. അതൊരു ബാഡ് ഹാബിറ്റാണ്, മോശമായ കാര്യമാണ് അല്ലെങ്കിൽ മോശമായ ശീലമാണ്. എ സണ്ണി മോർണിംഗ്. സണ്ണി എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശമുള്ള, വെളിച്ചമുള്ള, പ്രഭയുള്ള, ശോഭയുള്ള എന്നൊക്കെയാണ് അർത്ഥം. മോർണിംഗ് എന്ന് വെച്ചാൽ പ്രഭാതം. ദ മോർണിംഗ് സൺ പീപ്പ് ത്രൂ ദ വിൻഡോ. ദ മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ, പീപ്ഡ് എന്ന് വെച്ചാൽ ഒളിഞ്ഞു നോക്കി. ത്രൂ ദ വിൻഡോ, ജനലിലൂടെ ഒളിഞ്ഞു നോക്കി. പ്രഭാത സൂര്യൻ ജനവാതിലിലൂടെ ഒളിഞ്ഞു നോക്കി എന്ന് വെച്ചാൽ നേരം പുലർന്നു എന്നർത്ഥം. സഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്താണ്? സഷ എന്നാണ് കേട്ടോ. അപ്പോൾ സഷയെ അമ്മ വിളിച്ചുണർത്താണ്. നേരം ഒരുപാട് വൈകി മോളെ എന്ന് പറയുന്നു. മദർ കോൾഡ് സഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ സഷയെ വളരെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഷീ വാസ് ഹാഫ് എസ്ലീപ്പ്. അവൾ പാതി മയക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അമ്മേ, ഞാൻ കുറച്ച് സമയം കൂടെ ഉറങ്ങിക്കോട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. വേണ്ട മോളെ, ഇപ്പോൾ തന്നെ നേരം ഒരുപാട് വൈകിയെന്ന് അമ്മ പറഞ്ഞു. മദർ കെയിം ഇൻ ആൻഡ് ജെൻ്റ്ലി പാറ്റഡ് ഹെർ. അമ്മ അത് പറഞ്ഞ് അകത്തേക്ക് കയറി വന്നിട്ട് ജെൻ്റ്ലി എന്ന് വെച്ചാൽ പതുക്കെ, പാറ്റഡ് ഹെർ അവളെ തലോടി. സഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിംഗ് ഹെർ ഐസ്. സഷ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. റബ്ബിംഗ് എന്ന് വെച്ചാൽ തിരുമ്മുക, റബ്ബിംഗ് ഹെർ ഐസ് എന്ന് വെച്ചാൽ കണ്ണ് തിരുമ്മിക്കൊണ്ട് സഷ ബെഡിൽ നിന്നും ഇറങ്ങി വന്നു. വാട്ട്സ് ദാറ്റ് സ്മെൽ? അതെന്താ മണം? ലവ്ലി, വളരെ നന്നായിട്ടുണ്ട്. ഷീ ടൂക്സ് എ ഡീപ് ബ്രെത്ത്. അവൾ അത് പറഞ്ഞിട്ട് ഒരു വലിയ ശ്വാസം എടുത്ത്, നമ്മൾ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടാകുന്ന സമയത്ത് വലിച്ചു നോക്കി മണത്ത് നോക്കില്ല, അതുപോലെ വലിയ ശ്വാസം എടുത്തു. ബ്രെത്ത് എന്ന് വെച്ചാൽ ശ്വാസം. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ അടുക്കളയിലേക്ക് കുതിച്ചു. റഷ്ഡ് എന്ന് വെച്ചാൽ കുതിച്ചു. അവൾ അടുക്കളയിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളെ പിന്തുടർന്നു. ചോദ്യം നോക്കിക്കേ. വൈ ഡിഡ് സഷ റഷ് ടു ദ കിച്ചൺ? സഷ എന്തിനായിരിക്കും അടുക്കളയിലേക്ക് ഓടിയത്? ബിക്കോസ് എ ഗുഡ് സ്മെൽ കെയിം ഫ്രം ദ കിച്ചൺ. ഒരു നല്ല മണം അടുക്കളയിൽ നിന്നും വന്നു അല്ലേ? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ അടുക്കളയിൽ എന്തായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക?
എന്തെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നല്ലൊരു ഡിഷായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. സഷാസ് ഫേവറേറ്റ് സ്നാക്ക്, സഷയുടെ ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്ന് വെച്ചാൽ പലഹാരം, സഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ, അച്ഛൻ അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു. സഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹീ സെഡ്. സഷ, മോളെ നിനക്കിഷ്ടപ്പെട്ട സ്നാക്ക് പലഹാരം തയ്യാറായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇൻ ടു സ്കൂൾ, സഷ ആസ്ക്ഡ്. സഷ എന്ത് ചോദിച്ചു? അമ്മേ, ഞാനിതിൽ നിന്ന് കുറച്ചെൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. തീർച്ചയായിട്ടും കൊണ്ടുപോവാം, നീ പോയി റെഡി ആവൂ എന്ന് അമ്മ പറഞ്ഞു. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ വാഷ്റൂമിലേക്ക് പോയി എങ്ങനെ? ഹമ്മിങ് എ ട്യൂൺ, ഒരു പാട്ട് മൂളിക്കൊണ്ട്. ഹമ്മിങ് എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പതുക്കെ മൂളുന്നതിനെയാണ് ഹമ്മിങ് എന്ന് പറയുക. ഒരു പാട്ട് മൂളിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. സഷ, ആറിൻ യു റെഡി യെറ്റ്? സഷ, നീ ഇപ്പോഴും തയ്യാറായില്ലേ? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. ആരാ ചോദിക്കുന്നത്? നവീൻ ആയിരുന്നു. നവീൻ അവളുടെ സുഹൃത്താണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. നവീൻ അവളെ, സഷയെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരുന്നുകൊണ്ട് ഗേറ്റിനടുത്ത് നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, സഷ ഹറിഡ് അപ്പ്. ഒരു 5 minutes എന്ന് പറഞ്ഞ് സഷ പെട്ടെന്ന് റെഡിയാവാനായിട്ട് തുടങ്ങി. വാട്ട് ഈസ് സഷാസ് ഫേവറേറ്റ് സ്നാക്ക്? സഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താണ്? നോക്കിക്കേ, അവിടെ അച്ഛൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലേ? അപ്പോൾ ഉണ്ണിയപ്പമായിരിക്കാം, അല്ലെങ്കിൽ നെയ്യപ്പമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പമായിരിക്കാം. ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കൊരു ഊഹം പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും നമുക്ക് ബാക്കി പാഠം വായിച്ചു നോക്കാം, അപ്പോൾ അറിയാമല്ലോ. ദ സർപ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് കിട്ടുന്ന സംഭവത്തെയാണ് നമ്മൾ സർപ്രൈസ് എന്ന് പറയുക കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നതിനെയാണ് സർപ്രൈസ് എന്ന് പറയാം. സഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ബെല്ലടിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് സഷയും നവീനും സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. നവീൻ എന്ത് ചോദിച്ചു? ഇറ്റ് സ്മെൽസ് നൈസ്, നല്ലൊരു മണം വരുന്നുണ്ടല്ലോ. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നിൻ്റെ ബാഗിൽ എന്താണ് എന്ന് നവീന് ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസാണ്, കുറച്ച് സമയം കൂടെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് ആര് പറഞ്ഞു? സഷ മറുപടി കൊടുത്തു. സഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അത് പറഞ്ഞിട്ട് സഷ ബാഗിലുണ്ടായിരുന്ന തൻ്റെ ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തിട്ട് തുറന്നു. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. വാവ്, എന്താണ് സഷ കൊണ്ടുവന്ന സ്നാക്ക്? ഉണ്ണിയപ്പമാണ്. നവീൻ എക്സ്ക്ലെയിംഡ് എന്ന് വെച്ചാൽ ആർത്തു വിളിച്ചു. നവീൻ അത് പറഞ്ഞുകൊണ്ട് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ചു. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സഷ. അത് കേട്ടതും എല്ലാ കുട്ടികളും സഷയുടെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. വെയിറ്റ്, ഡോണ്ട് റഷ്, ആരും തിരക്ക് കൂട്ടണ്ട. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും വേണ്ടുവോളം ഉണ്ട് എന്ന് ആര് പറഞ്ഞു? നവീൻ പറഞ്ഞു. അറ്റ് ദാറ്റ് ടൈം സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്ത് ജനലിനടുത്ത് ആരോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പിയർഡ് എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു, ആരോ ഒരാളെ കാണാനായിട്ട് സാധിച്ചു. ഹേയ്, ഹൂ ഈസ് ദാറ്റ്? സഷ ആസ്ക്ഡ്. ആരാണത് എന്ന് സഷ ചോദിച്ചു. സഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹൂ കുഡ് ദാറ്റ് ബി? സഷ വിൻഡോയുടെ അടുത്ത് ആരെയോ കണ്ടു. ആരായിരിക്കും അത്? നമുക്കറിയില്ല അല്ലേ? നമുക്ക് കഥ വായിച്ചു നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. ജനലിനടുത്ത് ആരാണ്? എ ഗേൾ, ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീന് ജനവാതിലിനുള്ളിലൂടെ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് നവീൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു. ക്യൂരിയസ്ലി എന്ന് വെച്ചാൽ ശ്രദ്ധാപൂർവം, ശ്രദ്ധയോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. ഹെർ മെസ്സി ഹെയർ, അവളുടെ മുടി എങ്ങനെയുള്ളതാണ്? ഹെയർ എന്ന് വെച്ചാൽ മുടി എങ്ങനെയുള്ളതാണ്? മെസ്സിയാണ് എന്ന് വെച്ചാൽ അഴുക്ക് പിടിച്ച മുടിയാണ്. വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്, കാറ്റിൽ ആ അഴുക്ക് പിടിച്ച മുടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവളെ കാണുമ്പോൾ തന്നെ അവൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സഷ വെൻറ്റ് ടു ദ വിൻഡോ. സഷ അവളെ കണ്ടിട്ടും ആ ജനവാതിലിനടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ആ പെൺകുട്ടിയോട് ഒരു ഉണ്ണിയപ്പം എടുക്കാനായിട്ട് പറഞ്ഞു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ പെൺകുട്ടി അതിൽ നിന്നൊന്നും എടുക്കാതെ ദൂരേക്ക് പെട്ടെന്ന് ഓടിപ്പോയി. സഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. അവൾ ഓടിപ്പോകുന്നത് നോക്കി സഷ അവിടെ തന്നെ നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്.
സശ അവളെ നോക്കിക്കൊണ്ട് നിന്നിരുന്നെങ്കിലും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ബുഷുകളുടെ അപ്പുറത്തേക്ക് ഓടിപ്പോയി അവിടെ നിന്നും ഡിസപ്പിയേർഡ് എന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി. പിന്നീട് ആ പെൺകുട്ടിയെ കാണാനായിട്ട് സാധിച്ചില്ല. വേർ ഡസ് ഷി ലിവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? സശ ആസ്ക്ഡ് നവീൻ. സശ നവീനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. നവീൻ എന്തായിരുന്നു പണി? ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വലിയ കഷ്ണം കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവീൻ. അപ്പോൾ ആ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന നവീനോട് സശ എന്ത് ചോദിച്ചു? വേർ ഡസ് ഷി ലിവ്? ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഐ ഡോണ്ട് നോ ഹി സെഡ്. നവീൻ എന്ത് പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സശ സെഡ്. സശ എന്ത് പറഞ്ഞു? പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ എന്ന് വെച്ചാൽ കീറിയിട്ടുണ്ട്, അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട് എന്ന് സശ പറഞ്ഞു. അപ്പോൾ സശയ്ക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരു സിമ്പതി തോന്നി, പാവമാണെന്ന് തോന്നിയിട്ടുണ്ട്. വൈ ഡിഡിൻറ്റ് ദ ഗേൾ അക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? സശ കൊടുത്ത ഉണ്ണിയപ്പം എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി വാങ്ങിക്കാതിരുന്നത്? ഒരു പക്ഷേ ആ കുട്ടിക്ക് മടിയായിരിക്കാം, അല്ലെ നാണമായിട്ടായിരിക്കാം വാങ്ങിക്കാതിരുന്നത്. ദ ഗേൾ കംസ് അഗെയിൻ. The best of friends can change a frown into a smile when you feel down. Miss Anubama, their teacher, was singing a song in the class. അവരുടെ അധ്യാപകയുടെ പേരെന്താണ്? ടീച്ചറിൻ്റെ പേരെന്താണ്? അനുപമ എന്നാണ്. അനുപമ ടീച്ചർ ഒരു പാട്ട് ക്ലാസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ആ പാട്ട്? The best of friends can change a frown into a smile when you feel down. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക്, ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അവസ്ഥകളെ പോലും ക്യാൻ ചേഞ്ച് മാറ്റാനായിട്ട് സാധിക്കും. ഇൻ ടു എ സ്മൈൽ, എന്തായിട്ട്? ഒരു ചിരിയായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. വെൻ യു ഫീൽ ഡൗൺ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്. അതായത് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ സങ്കടം മാറ്റാനായിട്ട് ആർക്ക് സാധിക്കും? നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് സാധിക്കും എന്നാണ് ആ വരികളുടെ അർത്ഥം. ടീച്ചർ ഈ പാട്ട് ഇങ്ങനെ കുട്ടികൾക്ക് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി സശ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സശ ആദ്യം കണ്ട ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ വാതിലിനടുത്ത് കണ്ടു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സശ മർമേഡ്. സശ എന്തു പറഞ്ഞു? പാവം പെൺകുട്ടി, അവൾക്ക് ക്ലാസ്സിനകത്തേക്ക് കയറണം എന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. സശ മർമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിറുപിറുക്കില്ലേ, മെല്ലെ പറയില്ലേ, അതിനെയാണ് മർമേഡ് എന്ന് പറയാം. ലിസൺ സെഡ് ദ ടീച്ചർ. ശ്രദ്ധിക്കൂ, ടീച്ചർ പറഞ്ഞു. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചറുടെ പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടി വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോയി. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? ആ പെൺകുട്ടി വീണ്ടും അങ്ങോട്ട് വന്നത് എന്തിനായിരിക്കും മക്കളെ? ഒരു പക്ഷേ അവൾക്ക് ആ ക്ലാസ് കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് കയറിയിരിക്കാനായിട്ടുള്ള കൊതി കൊണ്ടായിരിക്കും ആ പെൺകുട്ടി വന്നത്, അല്ലേ? ലലാബി എന്ന് വെച്ചാൽ എന്താണ്? താരാട്ട് എന്നാണ് കേട്ടോ അർത്ഥം. ആഫ്റ്റർ സ്കൂൾ സശ ആൻഡ് നവീൻ വെർ വാക്കിംഗ് ഹോം. സ്കൂൾ കഴിഞ്ഞ ശേഷം സശയും നവീനും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. പോകുന്ന വഴിയിൽ ആരോ ഒരാളൊരു പാട്ട് പാടുന്നതായിട്ട് കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താണ് ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളിലെ നല്ല സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ ദുഃഖങ്ങളെ പോലും. ആൻഡ് ലെൻഡ് എ ഹാൻഡ്, നിങ്ങൾക്ക് അവരൊരു കൈ സഹായം തരുമെന്ന്, അല്ലെങ്കിൽ കൈ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. ലെൻഡ് എന്ന് വെച്ചാൽ നമ്മൾ കടം തരിക എന്നൊക്കെ പറയില്ല, കടം തരുന്നതിനെയാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുക. ലെൻഡ് മീ യുവർ ഹാൻഡ്സ് എന്ന് വെച്ചാൽ നിൻ്റെ കൈകൾ എനിക്ക് കടം തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ കൈകൾ ഇങ്ങോട്ട് വാങ്ങുകയല്ല, പകരം എന്താണ്? എന്നെ സഹായിക്കൂ എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ലെൻഡ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പാടിയത്? സശയുടെ ക്ലാസ്സിൽ അധ്യാപിക അനുപമ ടീച്ചർ പാടിക്കൊടുത്ത അതേ പാട്ട് തന്നെയാണ് ഇവിടെ ആരോ ഒരാൾ പാടുന്നതായിട്ട് സശയും നവീനും കേട്ടത്. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളെ സഹായിക്കും എന്നുള്ള പാട്ട്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സശ ആസ്ക്ഡ്. നവീൻ, നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് സശ ചോദിച്ചു. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. അത് നമ്മളുടെ ടീച്ചർ നമ്മൾ ഇന്ന് പഠിപ്പിച്ച പാട്ടല്ലേ? നവീൻ റിപ്ലൈഡ്. നവീന് മറുപടി പറഞ്ഞു. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷെ ആരാണത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഹൂ
ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് ആ പാട്ട് ആര് പാടുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മളുടെ സഷയുടെ ക്ലാസ്സിൽ ആ പാട്ട് ഒരാളെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ക്ലാസ്സിലെ കുട്ടികളല്ലാതെ. ആരാണ്? ഒരു പെൺകുട്ടി അല്ലേ? മേ ബി ആ പെൺകുട്ടി ആയിരിക്കാം ആ പാട്ട് പാടുന്നത്. എ പ്ലസൻറ്റ് സർപ്രൈസ്. പ്ലസൻറ്റ് എന്ന് വെച്ചാൽ സന്തോഷം. എ പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് വെച്ചാൽ സന്തോഷകരമായ സർപ്രൈസ്. സഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സഷയും നവീനും ആ താരാട്ട് കേട്ടിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരു മരത്തിനടുത്തായിട്ട് ആ പെൺകുട്ടിയെ കണ്ടു. സ്പോട്ടഡ് എന്ന് വെച്ചാൽ കണ്ടു. ഷീ വാസ് ക്രാഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവൾ എന്താ ചെയ്യുന്നത്? അവളുടെ ചെറിയ സഹോദരനെ, ലിറ്റിൽ ബ്രദർ, ചെറിയ അനുജനെ പാട്ട് പാടിയിട്ട് ക്രാഡ്ലിങ്, തൊട്ടിലിട്ട് ആട്ടുന്നതിനെയാണ് ക്രാഡ്ലിങ് എന്ന് പറയാം. തൊട്ടിലാട്ടുകയാണ്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സഷ. നവീൻ സഷയോട് എന്ത് പറഞ്ഞു? ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? എത്ര പെട്ടെന്നാണ് അവൾ ഈ പാട്ട് പഠിച്ചത്. അധ്യാപിക ക്ലാസ്സിൽ ഒരു തവണ പാടുന്നതല്ലേ ആ പെൺകുട്ടി കേട്ടിട്ടുള്ളൂ, അപ്പോഴേക്കും അവൾ ആ പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത് എന്ന് നവീൻ സഷയോട് പറഞ്ഞു. വിസ്പേർഡ് എന്ന് വെച്ചാൽ മന്ത്രിക്കുക, പതുക്കെ പറഞ്ഞു. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ പെൺകുട്ടി ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് എന്ത് ചെയ്തു? മെല്ലെ ഒന്ന് ചിരിച്ചു, പുഞ്ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. ഇവരെ കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? അവളുടെ കൈ കൊണ്ട് അവളുടെ മുടി ആകെ അഴുക്ക് പിടിച്ച് കിടക്കുകയല്ലേ, പാറി നടക്കുകയാണ് എന്ത് അവളുടെ മുടി പാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ മുടി. ആ മുടി എന്ത് ചെയ്തു? ഷീ ട്രൈഡ് ടു കോംബ്. അത് ഒന്ന് കെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൈകൾ കൊണ്ട് ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. നീ നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് നവീന് ആ പെൺകുട്ടിയോട് പറഞ്ഞു. അപ്രീഷിയേറ്റഡ്, അഭിനന്ദിച്ചു. ആ പെൺകുട്ടി അത് പറഞ്ഞ് നവീനെ അഭിനന്ദിച്ചു. സഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സഷയ്ക്ക് അത് കേട്ടപ്പോൾ എന്തായി? ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് സഷയ്ക്ക് തോന്നി. വാട്ട് വുഡ് ബി സഷാസ് ഗിഫ്റ്റ്? സഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മാനം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ദ ഗിഫ്റ്റ്, സമ്മാനം. സഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സഷ എന്ത് ചെയ്തു? അവളുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നും ഒരു പുസ്തകം പുറത്തെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്തായിരുന്നു? അതൊരു കഥാപുസ്തകമായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കൊരു സമ്മാനമെന്ന് സഷ പറഞ്ഞു. സഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സഷ അതെന്ത് ചെയ്തു? ഹാൻഡ് ഓവർ ചെയ്തു, ആ കുട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ പെൺകുട്ടി ആ പുസ്തകം വാങ്ങിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ്. അവളുടെ കൈകൾ തുടച്ചു. വൈപ്പ് എന്ന് വെച്ചാൽ തുടച്ചു. ഓൺ ഹെർ സ്കേർട്ട്, എവിടെ? അവളുടെ പാവാടയിൽ അവളുടെ കൈകൾ തുടച്ചു. അപ്പോൾ കൈകളൊക്കെ എന്താണ്? അഴുക്ക് പുരണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൈകൾ തുടച്ചിട്ടാണ് ആ പെൺകുട്ടി ആ പുസ്തകം വാങ്ങിയത്. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ചിരിച്ചുകൊണ്ട് ആ പുസ്തകം വാങ്ങി. കവിത, ഹൂ ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരെന്താണ്? കവിത എന്നാണ്. കവിത, ആരാണ് അവിടെ എന്ന് അവളുടെ അമ്മ ചോദിച്ചു. ലെറ്റ്സ് ഗോ, നവീൻ ഹറിഡ് ഹിയറിംഗ് ദ വോയിസ്. ഈ ശബ്ദം കേട്ടതും നവീൻ എന്ത് പറഞ്ഞു? വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നവീന് തിരക്ക് കൂട്ടി. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറയണം. ഏതാണ് അനു ടീച്ചർ? അനുപമ ടീച്ചറായിരിക്കും അല്ലേ? അനു ടീച്ചറോട് നമുക്ക് കവിതയെക്കുറിച്ച് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ. എനിക്ക് തോന്നുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ അധ്യാപിക, നമ്മളുടെ ടീച്ചർ അവളെ സഹായിക്കുമെന്ന് സഷ സജസ്റ്റ് ചെയ്തു. സഷ ഒരു അഭിപ്രായം ആരോട് പറഞ്ഞു? നവീനോട് പറഞ്ഞു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർ കവിതയെ സഹായിക്കുമോ? എങ്ങനെ? ഒരു പക്ഷേ അനു ടീച്ചർ എന്ത് ചെയ്യും? കവിതയ്ക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ കവിതയെ അവരുടെ സ്കൂളിൽ ചേർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കുമായിരിക്കും. നമുക്ക് കഥ നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ. ദ സ്മൈൽ. സ്മൈൽ എന്ന് വെച്ചാൽ എന്താണ്? പുഞ്ചിരി അല്ലേ? ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് പുതിയൊരു സുഹൃത്തുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. അവൾ ഇവിടെ ഒന്നും ഉള്ളതല്ല. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ഇവിടെ നിന്നും ഒരുപാട് ദൂരെയുള്ള ഒരു പെൺകുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ഹെർ. നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഇതാരാ പറയുന്നത്? സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് പറയുന്നത്. ഹെഡ് മാസ്റ്റർ ഇത് പറഞ്ഞുകൊണ്ട് ആരെ വിളിച്ചു?
കവിതയെ നമ്മുടെ സ്കൂൾ അസംബ്ലിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഹെഡ് മാസ്റ്റർ സ്കൂൾ അസംബ്ലിയിൽ പ്രസംഗിക്കുകയാണ്. ഡിയർ ചിൽഡ്രൻ, നമുക്കിന്ന് ഒരു പുതിയ സുഹൃത്തുണ്ട്. അവൾ ഇവിടെ നിന്നും ദൂരെയാണ് താമസിക്കുന്നത്. നമുക്ക് അവളെ ഇങ്ങോട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ കവിതയെ വിളിച്ചു. ഷീ കെയിം ഫോർവേഡ്. കവിത മുന്നോട്ട് നടന്നു വന്നു. ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. എങ്ങനെയാണ് കവിത ഇപ്പോൾ ഉള്ളത്? അന്ന് കണ്ടതുപോലെ അഴുക്കും പിടിച്ച ചളി പിടിച്ച ഡ്രസ്സിലല്ല. ഷീ ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവളൊരു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടോട്ടാണ് വന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അവൾ എല്ലാവരെയും നോക്കിയൊന്ന് നിർമ്മലമായിട്ട് എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ അച്ഛനെയും അമ്മയും സ്റ്റേജിലേക്ക് വേദിയിലേക്ക് ക്ഷണിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈകൊട്ടി. ക്ലാപ്ഡ് എന്ന് വെച്ചാൽ കൈകൊട്ടി. ഐ കൺഗ്രാജുലേറ്റ് സഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. അപ്പോൾ ആരാണ് ആ കുട്ടിയെ സ്കൂളിൽ ചേർത്താനായിട്ട് സഹായിച്ചത്? ഐ കൺഗ്രാജുലേറ്റ് സഷ ആൻഡ് നവീൻ. സഷയും നവീനും ആണല്ലേ. അപ്പോൾ ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. സഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയേഴ്സ്. സഷയും നവീനും വേദിയിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞു. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അത് പറഞ്ഞുകൊണ്ട് ഹെഡ് മാസ്റ്റർ കൈകൊട്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക? സഷയും നവീനും അനു ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കവിതയുടെ കാര്യങ്ങളെക്കുറിച്ച്. അനു ടീച്ചർ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക? അവർ കവിതയെ സ്കൂളിൽ ചേർത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ കവിതയെ സ്കൂളിൽ ചേർത്തി അവരുടെ പാരൻസിനെ ഹെഡ് മാസ്റ്റർ ക്ഷണിച്ചു. സഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചു. എന്തിന്? ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മുൻകൈ എടുത്തല്ലോ, ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് നമ്മളോട് അറിയിച്ചു, അവളെ സ്കൂളിൽ ചേർത്താനായിട്ട് നിങ്ങൾ മുൻകൈ എടുത്തല്ലോ എന്നുള്ള രീതിയിൽ സഷയെയും നവീനെയും നമ്മുടെ ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചു. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സഷ ആൻഡ് നവീൻ ടു ദ ഡയേഴ്സ്? സഷയെയും നവീനെയും വേദിയിലേക്ക് ഹെഡ് മാസ്റ്റർ എന്തിനായിരുന്നു ക്ഷണിച്ചത്? എന്തുകൊണ്ടായിരിക്കും ക്ഷണിച്ചത്? നമ്മൾ പറഞ്ഞു കവിതയെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് ആരാണ്? സഷയും നവീനുമാണ്. അതുകൊണ്ടാണ് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചത്. ടിയേഴ്സ് ഓഫ് ജോയ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ. ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീർ, ജോയ് എന്ന് വെച്ചാൽ സന്തോഷം. സഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സഷയും നവീനും വേദിയിലേക്ക് കയറി. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു, കൈകൾ കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. എല്ലാ കുട്ടികളും അവരെ കൈകൊട്ടി എന്ത് ചെയ്തു? ആ വേദിയിലേക്ക് കയറ്റി. കവിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നവീൻ. കവിത സഷയെയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകളെല്ലാം എന്താണ്? നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അതായത് എന്ന് വെച്ചാൽ എന്താണ്? സഷയെയും നവീനെയും കാണുമ്പോൾ അവൾക്ക് അവരോട് തീരാത്ത അത്രയും നന്ദി ഉണ്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാമായിരുന്നു. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവ്രി മൈൻഡ്. അനു ടീച്ചറുടെ പാട്ട് എല്ലാവരുടെയും മനസ്സിൽ കിടന്ന് മുഴങ്ങി. എന്തായിരുന്നു ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. നല്ല സുഹൃത്തുക്കൾ എന്താണ്? വർത്ത് മോർ ദാൻ ഗോൾഡ്. സ്വർണത്തേക്കാൾ വിലമതിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യും? ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് പിടിക്കാവുന്ന എല്ലാ സ്നേഹവും അവർ ഒരാൾക്ക് കൊടുക്കും എന്ന്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നിലേക്ക് വന്നിട്ട് കവിതയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. കവിത പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്. ഒരു ചെറിയ കണ്ണുനീർ തുള്ളി അവളുടെ കണ്ണുകളിലെ ഒരു ഭാഗത്തിരുന്ന് ഗ്ലിറ്റേർഡ് തിളങ്ങുന്നുണ്ടായിരുന്നു. അതായത് കവിത കരയുന്നുണ്ടായിരുന്നു. ടീച്ചർ അവളെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ കവിത കരയുന്നുണ്ടായിരുന്നു. വൈ ഡിഡ് കവിത സ്മൈൽ? കവിത എന്തിനാണ് ചിരിച്ചത്? എന്തിനാണ് പുഞ്ചിരിച്ചത്? കവിതയ്ക്ക് സ്കൂളിൽ വരാൻ അതിയായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് കവിത ചിരിച്ചത് അല്ലേ. അപ്പോൾ മക്കൾക്ക് കഥ ഇഷ്ടമായോ? വളരെ ചെറിയൊരു കഥയാണ്, എന്നാൽ ഒരുപാട് മെസ്സേജുകളും സന്ദേശങ്ങളും അർത്ഥങ്ങളും ഉള്ള കഥയാണ് കേട്ടോ. എല്ലാവരും കഥ ഒന്നുകൂടെ വായിച്ചു നോക്കുക. കഥ എല്ലാ മക്കൾക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആരെപ്പോലെ ആയിരിക്കണം? കഥയിൽ കണ്ട സഷയെയും നവീനെയും പോലെ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന മക്കളായിട്ട് വളരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ
ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്